പ്രിയ സുഹൃത്തുക്കളെ, ബാഷിലെ ലൂപ്സ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നിങ്ങൾ പഠിക്കുന്നത് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് ഉദാഹരണ സഹിതം. ഈ ട്യൂട്ടോറിയൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് 1204 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, GNU ബാഷ് പതിപ്പ് 4.1.10 എന്നിവയാണ്. ദയവായി GNU വേർഷൻ 4 അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ളവ ഈ ട്യൂട്ടോറിയൽ പ്രാക്ടീസ് ചെയ്യുവാനായി റെക്കമെൻഡ് ചെയ്തവ ശുപാർശ ചെയ്തിരിക്കുന്നു. ലൂപ്സുകളുടെ ആമുഖത്തോടെ നമുക്ക് തുടങ്ങാം. ലൂപ്സ് ഒരു കൂട്ടം സ്റ്റേറ്റ്മെന്റ്സ് ആവർത്തിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നു. സിന്റാക്സ് നമുക്ക് നോക്കാം. ഫോർ എക്സ്പ്രഷൻ 1, 2, 3. സ്റ്റേറ്റ്മെന്റ് 1, 2, 3. ഇത് ഫോർ ലൂപ്പ് അവസാനമാണ്. ഫോർ ലൂപ്പ് സിന്റാക്സ്: ഫോർ വേരിയബിൾ ഇൻ സീക്വൻസ് റേഞ്ച്. സ്റ്റേറ്റ്മെന്റ് 1, 2, 3. ഫോർ ലൂപ്പ് അവസാനിച്ചു. നമുക്ക് ഫോർ ലൂപ്പിന്റെ ആദ്യത്തെ സിന്റാക്സ് ഉപയോഗിച്ച് നോക്കാം. ഈ പ്രോഗ്രാമിൽ നമ്മളുടെ ആദ്യത്തെ n സംഖ്യകളുടെ സം കാണുക. നമ്മുടെ ഫയലിന്റെ പേര് 4.sh ആണെന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഷിബാങ് ലൈൻ ആണ്. വേരിയബിൾ നമ്പർ യൂസറിന് നൽകുന്ന വാല്യൂ സംഭരിക്കും. മൂല്യം ഇവിടെ ഒരു പൂർണ്ണസംഖ്യയാണ്. ഇപ്പോൾ വേരിയബിൾ സം 0 ആയി ആരംഭിക്കുന്നു. ഇവിടെയാണ് ഫോർ ലൂപ്പ് തുടങ്ങുന്നത്. ആദ്യം നമ്മൾ I എന്നത് 1 ആയി ഇനീഷ്യലൈസ് ചെയ്യുന്നു. I എന്നത് നമ്പർ എന്നതിനേക്കാൾ കുറവാണോ തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ സം പ്ലസ് I ആണ്. ഞാൻ അത് പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം വാല്യൂ ഓഫ് I 1 ആയി വർദ്ധിക്കുന്നു. കണ്ടീഷൻ ഫാൾസ് ആകുന്നതുവരെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഫോർ ലൂപ്പ് പുറത്തുകടക്കുവാൻ ഈ സന്ദേശം അച്ചടിക്കുന്നു. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക chmod +x 4.sh. എന്നിട്ട് ടൈപ്പ് ചെയ്യുക ./4.sh. ഇൻപുട്ട് എന്ന പേരിൽ ഞാൻ 5 കൊടുക്കും. I എന്നത് മൂല്യം കണക്കാക്കുന്നതിനു വേണ്ടി സം എന്നത് കിട്ടുന്നത് പ്രദർശിപ്പിക്കുന്നു. അതിനുശേഷം ഔട്ട്പുട്ട് അവസാനത്തെ വരി പ്രദർശിപ്പിക്കുന്നു. Sum of first n number is 15. ഇപ്പോൾ പ്രോഗ്രാമിന്റെ ഫ്ലോ നോക്കാം. വിൻഡോസിന്റെ വലുപ്പം മാറ്റുവാൻ അനുവദിക്കുക. ആദ്യം നമുക്ക് I യുടെ മൂല്യം 1 ആകുന്നു. അതിനുശേഷം 1 ഇതിലും കുറവോ 5 ന് തുല്യമോ ആകുന്നു. ട്രൂ ആയതിനാൽ സം 0 + 1 ആണ്. ഇപ്പോൾ നമുക്ക് സം 1 ആണ്. അതിനുശേഷം നമ്മൾ സം അച്ചടിക്കുന്നു, അതായത് 1. അടുത്തതായി I 1 ആയി വർദ്ധിച്ചു. പുതിയ I മൂല്യം 2 ആണ്. 2 ന് കുറവോ 5 ന് തുല്യമോ എന്ന് നോക്കുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇപ്പോൾ സം 1 + 2 അതായത് 3 കാണിക്കുന്നു. I 1 ഉപയോഗിച്ച് വർദ്ധിപ്പിക്കുകയും I യുടെ പുതിയ മൂല്യം 3 ആക്കുകയും ചെയ്യുന്നു. നമുക്ക് സം 6 ആണ്. സ്ക്രിപ്റ്റ് I എന്നതിന്റെ മൂല്യത്തെ മുന്നത്തെ മൂല്യവുമായി സം ചെയ്യുന്നു. ഇത് I ലെസ് താൻ ഓർ ഈക്വൽ ടു 5 എന്നത് ഫാൾസ് ആകുന്നതുവരെ തുടരുന്നു. ഫോർ ലൂപ്പ് പുറത്തുകടക്കുമ്പോൾ അന്തിമ സന്ദേശം അച്ചടിക്കും. രണ്ടാമത്തെ സിന്റാക്സ് ഉപയോഗിച്ച് ഫോർ ലൂപ്പ് മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഞാൻ ഈ ഫയലിന്റെ കോഡ് എഴുതിയിരിക്കുന്നു. അതിന് forloop.sh എന്നാണ്. ഈ സിമ്പിൾ പ്രോഗ്രാം ഡയറക്ടറിയിലെ എല്ലാ ഫയലുകളും ലിസ്റ്റ് ചെയ്യുന്നു. ഇത് ഷിബാങ് ലൈൻ ആണ്. നമുക്ക് ഫോർ ലൂപ്പ് ഉണ്ട്. ls കമാൻഡ് ഡയറക്ടറിയുടെ കണ്ടന്റ് പട്ടികപ്പെടുത്തുന്നു. -1 ഒരു വരിയിൽ ഒരു ഫയൽ കാണിക്കുന്നു. ഇത് നിങ്ങളുടെ ഹോം ഡയറക്ടറിയിൽ ഉള്ള എല്ലാ ഫയലുകളും ലിസ്റ്റ് ചെയ്യുന്നു. ഇത് ഫോർ ലൂപ്പ് അവസാനമാണ്. ടൈപ്പ് ചെയ്ത ടെർമിനലിൽ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം.
chmod +x forloop.sh. ടൈപ്പ് ചെയ്യുക ./forloop.sh. ഇത് ഹോം ഡയറക്ടറിയിലെ എല്ലാ ഫയലുകളും കാണിക്കുന്നു. ഇപ്പോൾ വൈൽ ലൂപ്പിനെ കുറിച്ച് നോക്കാം. നമുക്ക് ആദ്യത്തെ സിന്റാക്സ് മനസ്സിലാക്കാം. വൈൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് 1 2 3 എൻഡ് ഓഫ് വൈൽ ലൂപ്പ്. ഇതിനർത്ഥം കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു. വൈൽ ലൂപ്പിന്റെ ഒരു ഉദാഹരണം നോക്കാം. ഇവിടെ തന്നെ while.sh എന്ന് പേരിട്ടു. ഈ പ്രോഗ്രാമിൽ ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ അത് നമുക്ക് അക്കങ്ങളെയും സംഖ്യകളെയും കണക്കാക്കുന്നു. നമുക്ക് കോഡിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ഒരു നമ്പർ സ്വീകരിച്ച് വേരിയബിൾ നമ്പറിൽ സ്വീകരിക്കുന്നു. അടുത്തതായി നമ്മൾ വേരിയബിൾസ് I എന്നതും sum എന്നത് 0ത്തിലേക്ക് ആരംഭിക്കുന്നു. ഇപ്പോൾ വൈൽ കണ്ടീഷൻ ആണ്. ഇവിടെ I എന്നത് യൂസർ കൊടുത്ത നമ്പറിന്റെ വാല്യൂ എന്നതിന് ലെസ് താൻ ഓർ ഈക്വൽ ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം I യുടെ സംഖ്യ അതിന്റെ മൂല്യത്തിൽ നിന്ന് സം ചെയ്തു. അടുത്തതായി 2 ഉപയോഗിച്ച് I എന്നതിന്റെ മൂല്യം വർദ്ധിപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഇരട്ട സംഖ്യകൾ മാത്രം ചേർക്കുന്നുവെന്ന് ഉറപ്പാക്കുക. I എന്നതിന്റെ മൂല്യം അധികമാക്കുമ്പോൾ ലൂപ്പ് ആവർത്തിക്കുന്നു. നമ്പറിന്റെ മൂല്യത്തേക്കാൾ അധികമാകുമ്പോൾ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തുകടക്കുമ്പോൾ നൽകിയിരിക്കുന്ന ശ്രേണിയിലെ എല്ലാ അക്കങ്ങളുടെയും തുക നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക chmod +x while.sh ./while.sh. എന്റെ ഇൻപുട്ടിനായി ഞാൻ 15 കൊടുക്കുന്നു. ഔട്ട്പുട്ടിന്റെ അവസാനത്തെ വരി sum of even numbers within the given range is 56. വിൻഡോയുടെ വലിപ്പം മാറ്റുകയും ഔട്ട്പുട്ട് വിശദീകരിക്കുകയും ചെയ്യട്ടെ. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് I എന്നത് 0 ആണോ അതല്ലെങ്കിൽ 15 എന്ന നമ്പർ കുറവാണോ അതിന് തുല്യമാണോ എന്നതാണ്. കണ്ടീഷൻ ട്രൂ ആണ്, അതായത് അതുകൊണ്ട് സം 0 + 0 അതായത് 0 ആയിരിക്കും. ഇപ്പോൾ I 2 ആയി വർദ്ധിക്കുന്നു എന്നതിന്റെയും പുതിയ മൂല്യം I എന്നത് 2 ആണ്. 2 15ൽ കുറവോ അതിന് തുല്യമോ ആണോ എന്ന് നമ്മൾ പരിശോധിക്കും. കണ്ടീഷൻ ട്രൂ 0 + 2 ചേർക്കുന്നു. ഇപ്പോൾ സം എന്നതിന്റെ മൂല്യം 2 ആണ്. വീണ്ടും I എന്നതിന്റെ മൂല്യം 2 ഉപയോഗിച്ച് വർദ്ധിപ്പിക്കും. ഇപ്പോൾ I യുടെ മൂല്യം 2 + 2 അതായത് 4. ഇപ്പോൾ സം എന്നതിന്റെ മൂല്യം 4 + 2 അതായത് 6. അതുപോലെ സ്ക്രിപ്റ്റ് 2 എന്ന മൂല്യത്തിലേക്ക് I യുടെ മൂല്യം 15 കവിയുന്നതുവരെ തുടരുക. അവസാനം ടോട്ടൽ വാല്യൂ സം 56 കിട്ടുന്നു. ഇത് നമ്മെ ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിക്കുന്നു. സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ ഫോർ ലൂപ്പ്, 2 വ്യത്യസ്തമായ സിന്റാക്സുകൾ നമ്മൾ പഠിച്ചു. വൈൽ ലൂപ്പ് നമ്മൾ പഠിച്ചു. ഒരു അസൈൻമെന്റിനായി ആദ്യത്തെ n പ്രൈം നമ്പറുകൾ സം കാണുക. ചുവടെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ്. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ലഭ്യമാണ്. ഈ സ്ക്രിപ്റ്റ് ഫോസി, സ്പോക്കൻ ട്യൂട്ടോറിയൽ ടീംസ് എന്നിവർ സംഭാവന ചെയ്തു. ഇത് IIT ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.